ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ വർഷയാണെങ്കിലോ അഞ്ജുവിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അഞ്ജു എന്തായാലും ജാൻസി വില്ലയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതിന് കൂടെ തന്നെ വേറൊരു പ്രശ്നം അവിടെ ഒതുക്കുന്നുണ്ട് കേട്ടോ. അതായത് ആർച്ചക്കുട്ടിയുടെ അമ്മമ്മയാണെന്ന് പറഞ്ഞിട്ട്, അതായത് അമ്മയുടെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ അവകാശം സ്ഥാപിക്കാനായിട്ട് വരുന്നുണ്ട്. ഇതിൽ ആരുടെയൊക്കെ ഒരു ചതിയുണ്ടെന്നുള്ളത് തീർച്ചയാണ് കേട്ടോ. അങ്ങനെ ആ കുട്ടിയെ, എൻ്റെ മകളുടെ കുട്ടിയാണ്, എനിക്ക് ഈ കുഞ്ഞിനെ വിട്ട് തന്നേ പറ്റുള്ളൂ എന്നൊക്കെ ആ സ്ത്രീ വാശി പിടിക്കുന്നു. ആ സമയത്ത് വർഷയാണെങ്കിലോ അങ്ങനെ പറ്റില്ല, ഇവളുടെ അച്ഛനാണ് എന്നെ ഏൽപ്പിച്ചത്, ഇവൾക്ക് മറ്റാരുമില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം എന്നെ ഈ മോളെ കയ്യിൽ ഏൽപ്പിച്ചത് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അതെങ്ങനെ പറ്റും, അയാളും എൻ്റെ മോളും തമ്മിൽ അത്ര സ്വരക്കേടിലൊന്നും അല്ല, അതുകൊണ്ട് തന്നെയാണ് അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക, അയാൾക്ക് ബന്ധുക്കളില്ല എന്നൊക്കെ. പക്ഷേ ഇതെൻ്റെ മകൾ തന്നെയാണ്, എൻ്റെ മകളുടെ കുട്ടിയാണ്, എൻ്റെ സ്വന്തം ചോര തന്നെയാണ്, ഇവളെ എനിക്ക് വേണം, ഞാൻ തീർച്ചയായും ഇവളെ കൊണ്ടുപോകുമെന്ന് പറയുന്നു. അതൊന്നും പറ്റില്ല, എന്നാൽ പിന്നെ പോലീസ് കേസ് തന്നെ നടത്താം എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ചെന്നതിന് ശേഷം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടി വലി നടത്തുകയാണ്. ഈ സ്ത്രീ എന്തായാലും ഒരു ദുഷ്ടയായ സ്ത്രീയാണ്, എന്തായാലും ഈ കുട്ടിയുടെ അമ്മമ്മയൊന്നും അല്ല എന്നുള്ളത് തീർച്ചയാണ്. എന്തോ ഒരു ഉദ്ദേശത്തിൻ്റെ പുറകിൽ തന്നെ ആർച്ചക്കുട്ടിയെ വർഷയിൽ നിന്ന് മാറ്റണം, അതിൻ്റെ ഉദ്ദേശത്തിൽ തന്നെ വന്നതാണ്. അങ്ങനെ സ്റ്റേഷനിൽ വെച്ചിട്ട് SI ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇയാൾ ആരാണ്, ആൾക്ക് എങ്ങനെ ഈ കുഞ്ഞിനെ കിട്ടിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ വർഷ ആ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായി പറയുന്നു. അന്നൊരു ഡെലിവറിക്ക് പോയ സമയത്താണ് മോളെ ആദ്യമായിട്ട് ഞാൻ കാണുന്നതും, അതിനകത്ത് ആ കുട്ടി വളരെയധികം വിഷമത്തോടെ ഇരിക്കുകയൊക്കെയാണ്. അങ്ങനെ ആ കുട്ടിയുടെ അച്ഛനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് മോളെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം മടങ്ങിയത് എന്ന രീതിയിൽ, മോൾക്ക് ആരുമില്ല, അയാൾ മാത്രമേ ഉള്ളൂ, അയാൾ പുറത്തിറങ്ങുന്നവരെ എൻ്റെ കയ്യിലോ സുരക്ഷിതമായിട്ട് എനിക്ക് വിശ്വാസമുള്ള ഒരു സ്ഥലത്തോ ആക്കാനാണ് അദ്ദേഹം എന്നെ അന്ന് ഏൽപ്പിച്ചത്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ മോളെ അത്രയും സുരക്ഷിതമായിട്ട് എൻ്റെ കൈകളിൽ തന്നെ കൊണ്ട് നടക്കുന്നത് എന്ന രീതിയിലൊക്കെ പറയുന്നു. അതിനുശേഷം തന്നെ ആ കുട്ടിയുടെ കാര്യത്തിൽ എനിക്കും ഉണ്ട്, കാരണം ആ കുട്ടിയുടെ അമ്മയുടെ അമ്മയാണ് ഞാൻ, അതുകൊണ്ട് തന്നെ എനിക്ക് ആ കുട്ടിയുടെ മേലിൽ ഉത്തരവാദിത്തം ഉണ്ടെന്ന് ആ വന്ന സ്ത്രീ അങ്ങനെ പറയുന്നു കേട്ടോ. ആ സമയത്ത് പക്ഷെ അവിടെ ഒരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. ആ സമയത്ത് വർഷ പറയുന്നുണ്ട്, എന്താ സർ, ഈ രക്തബന്ധം മാത്രമാണോ ഒരാളും തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത് എന്ന രീതിയിൽ പറയുമ്പോഴത്തേനും ഒന്നും പറയാൻ സാധിക്കില്ല. മോളെ ഒരിക്കലും തന്നെ വർഷയ്ക്ക് വിട്ടുകൊടുക്കാനൊന്നും ഒട്ടും തന്നെ ഇഷ്ടമല്ല കേട്ടോ. ആ സമയത്ത് മോള് തന്നെ ഒരു തീരുമാനം എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ SI സാർ പറയുന്നു. ആ സമയത്ത് മോളാണെങ്കിലും ഒരു നല്ല തീരുമാനം, കാരണം മോൾക്കിപ്പോൾ കുറച്ചൊക്കെ വിവരം വെച്ച് തുടങ്ങിയ സമയമാണ്. വർഷയല്ലാതെ ആ കുട്ടിക്ക് മറ്റാരെയും സങ്കല്പിക്കാൻ സാധിക്കില്ല, വർഷയെ തന്നെയാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ ആ വന്ന സ്ത്രീ ഉണ്ടല്ലോ, ഒരു മിഠായിയൊക്കെ കാണിച്ചിട്ട് മോളെ തൻ്റെ വശത്താക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ദയനീയമായിട്ടുള്ള നോട്ടത്തിൽ വർഷം നിൽക്കുകയാണ് കേട്ടോ. ഭയങ്കര അധികം വിഷമമായിട്ടുണ്ട് വർഷയ്ക്ക്. അതിനുശേഷം തന്നെ ആ മിഠായി കാണിക്കുന്ന സമയത്ത് മോള് തൻ്റെ അടുത്തേക്ക് വരുന്ന ആ സ്ത്രീ വിചാരിച്ചു, പക്ഷേ ഒരിക്കലും ഇല്ല കേട്ടോ. എന്തായാലും വർഷയുടെ അടുത്തേക്ക് തന്നെയാണ് ആർച്ചക്കുട്ടി പോകുന്നത്, കാരണം തൻ്റെ ചേച്ചിയെ തന്നെ ഒരുപാട് ഇഷ്ടമാണ് ആ കുട്ടിക്ക്. അതിലൂടെ ആ സ്നേഹത്തിലൂടെ തന്നെയാണ് വർഷ അവിടെ വിജയിക്കാൻ പോകുന്നത്. ഈ ഒരു കപടധാരിയായിട്ടുള്ള ഈ സ്ത്രീ ആരാണെന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലാക്കാം.